Realize Foster forms of the following LC impedance function. Z of s is equal to s square plus 1 into s square plus 3 divided by s into s square plus 2 into s square plus 4. അതായത് അവർ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ഒരു എൽ സി ഇമ്പിഡൻസ് ഫംഗ്ഷനാണ് സെഡ് ഓഫ് എസ് എന്ന് തന്നിട്ടുണ്ട്. സപ്പോസ് അവരത് മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഇതിന് മുമ്പൊരു സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം, വിച്ച് ഇസ് ഒരു ഇമ്പിഡൻസ് ഫംഗ്ഷൻ എൽ സി ആണോ ആർ സി ആണോ ആർ എൽ ആണോ എന്ന് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ അതിൻ്റെ ആവശ്യമില്ല, അതൊരു സെപ്പറേറ്റ് പ്രോബ്ലമായിട്ട് സോൾവ് ചെയ്യുന്നതാണ്. ഇവിടെ അവർ തൽക്കാലം പറഞ്ഞിട്ടുണ്ട് എൽ സി ഇമ്പിഡൻസ് ഫംഗ്ഷനാണ്. സോ സെഡ് ഓഫ് എസ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു എൽ സി ഇമ്പിഡൻസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോസ്റ്റർ ഫോംസ് റിയലൈസ് ചെയ്യാനാണ് അവർ ചോദിച്ചിരുന്നത്. അപ്പോൾ ഫോസ്റ്റർ ഫോം റിയലൈസ് ചെയ്യാൻ രണ്ട് ഫോസ്റ്റർ ഫോംസ് ഉണ്ട്. ഫോസ്റ്റർ ഫോം 1ഉം ഫോസ്റ്റർ ഫോം 2ഉം ഉണ്ട്. ഫോസ്റ്റർ ഫോം 1 എങ്ങനെ റിയലൈസ് വെച്ച് കഴിഞ്ഞാൽ ഈ സെഡ് ഓഫ് എസിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഫോസ്റ്റർ ഫോം 1 കണ്ടുപിടിക്കുക. വേറാസ് ഫോസ്റ്റർ ഫോം 2 എന്ന് പറയുന്നത് സെഡ് ഓഫ് എസ് ഇൻവേഴ്സ് ചെയ്തത് വൈ ഓഫ് എസിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷനാണ് ഫോസ്റ്റർ ഫോം 2 എന്ന് പറയുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൻ്റെ എക്സ്പാൻഷൻ, അതായത് ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പോളിനോമിയലായിട്ട് മാറും, ഹാവിങ് എ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് എസ് റേസ് ടു 4. എസ് സ്ക്വയറിൻ്റെ എസ് സ്ക്വയർ എസ് റേസ് ടു 4 ആണ് ഹയസ്റ്റ് ഡിഗ്രി. ഡിനോമിനേറ്ററിൻ്റെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബിക്കം എ പോളിനോമിയൽ ഹാവിങ് എ ഡിഗ്രി എസ് റേസ് ടു 5. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രീനേക്കാളും കുറവായിരിക്കണം പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ ചെയ്യാനായിട്ട്. ഈ സിറ്റുവേഷനിൽ ഒരു പക്ഷേ അത് കൂടുതലാണെങ്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡിവൈഡ് ചെയ്യണം. ന്യൂമറേറ്ററിനെ ഒരു വട്ടം ഡിവൈഡ് ചെയ്ത് നമുക്ക് ഒരു സ്പെസിഫിക് ഫോം ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് പോവുള്ളൂ. പക്ഷെ ഇവിടെ ഈ തന്ന ക്വസ്റ്റ്യനിൽ സെഡ് ഓഫ് എസിലെ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഇതാണ് ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രീനേക്കാളും കൂടുതലാണെന്ന് ചെക്ക് ചെയ്തു. ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. വിച്ച് മീൻസ് ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കൂടുതലല്ല, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി തന്നെയാണ് കൂടുതൽ. അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ്ലി പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കാം. ഓക്കെ, ഡയറക്റ്റ്ലി പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ സെഡ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 ഈ ഫോമിൽ വന്നു. അതിനെ ഞാൻ എന്ത് ചെയ്തു, എ ബൈ എസ് പ്ലസ് ബി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് സി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഫോമിൽ നിന്ന് പ്ലസ് 4 എന്ന ഫോമിൽ എഴുതി. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതാനായിട്ട് നമുക്ക് ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ആവശ്യമില്ല. ഈ താഴത്തെ ഡിനോമിനേറ്റർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ന്യൂമറേറ്റർ എന്താണ് വാല്യൂ എന്നുള്ളത് നമ്മളോട് വില കൊടുക്കുന്നുണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതാനായിട്ട്. വേറാസ് എയും ബിയും സിയും കണ്ടുപിടിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ഈ ഹോൾ സാധനം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ ന്യൂമറേറ്റർ മാത്രമേ ആവശ്യമുള്ളൂ. 2-3 മെത്തേഡ്സ് ഉണ്ട് ചെയ്യാനായിട്ട്. ഇതിലൊരു മെത്തേഡ് ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ടാവുള്ളൂ. ഇവിടെ തൽക്കാലം എഴുതാനായിട്ട് എ ബൈ എസ് പ്ലസ് ബി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് സി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇവിടെ വരെയാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുക, ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡിഗ്രി ചെക്ക് ചെയ്യുക. ഡിഗ്രി കൂടുതലാണെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കൂടുതലാണെങ്കിൽ ഡിവൈഡ് ചെയ്യണം. ഇവിടെ പക്ഷേ കൂടുതലല്ല, അതുകൊണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിൽ എഴുതി. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്, ഇതിനെ ഓരോ എലിമെൻറ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻഡക്ടറോ ഒരു കപ്പാസിറ്ററോ ആക്കി മാറ്റുക. എൽ സി ഇമ്പിഡൻസ് ഫംഗ്ഷൻ എന്ന് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് എൽ സി ഇമ്പിഡൻസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ കാരണം, ഇതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെഡ് ഓഫ് എസിനെ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ റിയലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എല്ലും സിയും മാത്രമേ ഉണ്ടാവുള്ളൂ, റെസിസ്റ്റർ ഉണ്ടാവില്ല. അപ്പോൾ ദിസ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എ ബൈ എസിന് ഞാൻ Z1 ഓഫ് എസ് എന്ന് വിളിച്ചു, ബി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 ഞാൻ Z2 ഓഫ് എസ് എന്ന് വിളിച്ചു, സി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഞാൻ Z3 ഓഫ് എസ് എന്ന് വിളിച്ചു. ഇനി Z1 ഓഫ് എസ് എ ബൈ എസ് എന്നുള്ള ഫോം എന്താണ്, ദിസ് വിൽ ബിക്കം എ കപ്പാസിറ്റർ ഹാവിങ് വാല്യൂ 1/A. അതെങ്ങനെയാണ്, ഇപ്പോൾ സെഡ് ഓഫ് എസിന് എസ് താഴെ വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ കപ്പാസിറ്റർ. എസ് മുകളിലാണ് വരണമെങ്കിൽ ദറ്റ് വിൽ ബിക്കം എൻ ഇൻഡക്ടർ. എസ് താഴെ വരികയാണെങ്കിൽ എന്താണോ എസിൻ്റെ കൂടെയുള്ള നമ്പർ, എസിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണോ അതാണ് എപ്പോഴും ന്യൂമറേറ്ററിൽ വരിക. ഇവിടെ എസിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1/A ആണ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ വരാൻ പോകുന്നത്. Z2 ഓഫ് എസ് ഇസ് ബി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 ഇങ്ങനൊരു ഫോം വരികയാണെങ്കിൽ ദറ്റ് വിൽ ഓൾവേസ് ബി ഒരു ഇൻഡക്ടർ കപ്പാസിറ്റർ ഫോമാണ് ഇൻ പാരലൽ.
BS by S square plus 2 it will become a form of ഇൻഡക്ടർ കപ്പാസിറ്റർ. ഈ വാല്യൂസ് എങ്ങനെ കിട്ടി? ഈ വാല്യൂസ് കിട്ടാനായിട്ട് കൺവെൻഷനലി ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള മെത്തേഡ് ഉണ്ട്. പക്ഷേ ഞാനിവിടെ ഒരു അൺകൺവെൻഷണൽ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദിസ് സ്റ്റിൽ വർക്ക്സ്. പക്ഷേ പറയാം, ഇത് ആക്ച്വലി നമുക്കിങ്ങനെ മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ ഇത് കറക്റ്റ് അല്ല. പക്ഷേ നമുക്ക് ഉത്തരം കിട്ടാനായിട്ട് എളുപ്പമുള്ള മെത്തേഡാണിത്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എടുത്തു, BS by S square plus 2 എടുത്തു. ആ ഫംഗ്ഷനെ ഇൻഡിവിജ്വൽ വാല്യൂസ് ഇൻ ദ ഡിനോമിനേറ്റർ വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യണം. അതായത് BSനെ ഞാൻ S square കൊണ്ട് ഡിവൈഡ് ചെയ്യും, BSനെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യും. അതാണ് ഞാൻ പറയുന്നത് BS by S square plus BS by 2 എന്ന് എഴുതി. ഒന്നുകൂടിയും പറയാം, മാത്തമാറ്റിക്കലി ഇത് കറക്റ്റ് അല്ല, ഇങ്ങനെ നമുക്ക് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം കിട്ടും. തെറ്റാതെ ഉത്തരം കിട്ടാനായിട്ടൊരു എളുപ്പമുള്ള വഴിയാണിത്. സോ BSനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എസും S സ്ക്വയറിൻ്റെ ഇതും ക്യാൻസൽ ചെയ്ത് പോകും. സോ B by S plus B by 2S. ഓൾറെഡി പറഞ്ഞു, എസ് ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം എ കപ്പാസിറ്റർ ആൻഡ് അതിൻ്റെ വാല്യൂ എവിടെ നിന്നാണ്? എസിൻ്റെ ഉള്ള കോയിഫിഷ്യൻ്റ് ആണ് എപ്പോഴും ന്യൂമറേറ്ററിൽ വരിക. സോ ഇവിടെ എസിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. സോ 1 by B ആണ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ വരാൻ പോകുന്നത്. ആൻഡ് B by 2S, എസ് ന്യൂമറേറ്ററിൽ വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം എൻ ഇൻഡക്ടർ ആൻഡ് അഗെയിൻ എസിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എപ്പോഴും ന്യൂമറേറ്റർ വരിക. സോ ദിസ് വിൽ ബിക്കം ആൻ ഇൻഡക്ടർ ഹാവിംഗ് വാല്യൂ B by 2. സിമിലർലി Z3 of S will be CS by S square plus 4. അതും എന്താണ് ഇങ്ങനത്തെ ഒരു ഫോം വരികയാണെങ്കിൽ ദാറ്റ് വിൽ ഓൾവേസ് ബി S square plus 4. അതായത് ഡിനോമിനേറ്ററിലെ സ്ക്വയർ വരുന്നൊരു ടേമാണ് വരുന്നത്. ദാറ്റ് വിൽ ഓൾവേസ് ബി an ഇൻഡക്ടർ കപ്പാസിറ്റർ ഫോം ഇൻ പാരലൽ. അത് ഇൻ പാരലായിട്ടുള്ള ഫോമിലാണ് വരുന്നത്. ആൻഡ് അഗെയിൻ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്തു? CS by S square plus 4 ഇട്ടു. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു CS by S square plus CS by 4 എന്നുള്ള ഫോമിൽ എഴുതി. ആൻഡ് SS ക്യാൻസൽ ചെയ്തപ്പോൾ ദിസ് വിൽ ബിക്കം C by S, ദിസ് വിൽ ബിക്കം CS by 4. ആൻഡ് അഗെയിൻ ഡിനോമിനേറ്ററിലാണ് S കിടക്കുന്നത്, വിച്ച് മീൻസ് ദാറ്റ് വിൽ ബിക്കം എ കപ്പാസിറ്റർ ഹാവിംഗ് എ ന്യൂമറേറ്റർ കോഎഫിഷ്യന്റ് ഓഫ് 1 by C ആണ് ഫോം വരാൻ പോകുന്നത്. സോ 1 by C ആൻഡ് C by 4 S ആണ്. സോ ദിസ് വിൽ ബിക്കം എൻ ഇൻഡക്ടർ ഹാവിംഗ് വാല്യൂ C by 4. ഇൻഡക്ടർ ഫോം കിട്ടി. അഗെയിൻ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, Z of S is equal to ഞാൻ Z1 of S plus Z2 of S plus Z3 of S എഴുതുന്നത്. Z of Sലെ അഡീഷൻ മീൻസ് സീരീസ് കണക്ഷൻ ആണ്. അതായത് ഇത് ഈ എലിമെൻറ്റ് ഇൻ സീരീസ് വിത്ത് ഈ എലിമെൻറ്റ് ഇൻ സീരീസ് വിത്ത് ഈ എലിമെൻ്റ് ആണ് ഫോസ്റ്റർ ഫോം ഉണ്ടാകാൻ പോകുന്നത് Z of S ആണെങ്കിൽ. സോ വിച്ച് മീൻസ് ഈ എലിമെൻറ്റ് ദാറ്റ് ഇസ് Z1 of S ഇൻ സീരീസ് വിത്ത് ഈ എലിമെൻറ്റ് ഇൻ സീരീസ് വിത്ത് ഈ എലിമെൻ്റ് ആണ്. അങ്ങനെയാണ് പടം വരയ്ക്കുക. സോ Z of S വിൽ ബി ഒരു കപ്പാസിറ്റർ ഹാവിംഗ് വാല്യൂ 1 by A ഇൻ സീരീസ് വിത്ത് ഈ ഹോൾ എലിമെൻറ്റ് ഹാവിംഗ് വാല്യൂ B by 2 ആൻഡ് 1 by B ആൻഡ് അഗെയിൻ ഇൻ സീരീസ് വിത്ത് ഈ എലിമെൻറ്റ് ഹാവിംഗ് ഇൻഡക്ടർ ഹാവിംഗ് വാല്യൂ C by 4ഉം കപ്പാസിറ്റർ ഹാവിംഗ് വാല്യൂ 1 by C. അങ്ങനെയാണ് നമുക്ക് ഈ ഫോസ്റ്റർ ഫോം 1 കിട്ടാൻ പോകുന്നത്. പക്ഷെ അഗെയിൻ നമുക്ക് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ അറിയില്ല. സോ അത് കണ്ടുപിടിക്കാനായിട്ടാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 3 കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലായിട്ടുള്ള ഫംഗ്ഷൻ എടുക്കും. അതായത് ഈ ഫംഗ്ഷൻ എടുക്കും, Z of S is equal to ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എയും ബിയും സിയും കണ്ടുപിടിക്കാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ ചെയ്യുന്ന മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബാക്കിയുള്ളതിനെ മറച്ചു വയ്ക്കും. അതായത് ഇതില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? A will be S times ഈ വാല്യൂ. A will be S ടൈംസ്, അതായത് എൻ്റെ ഡിനോമിനേറ്ററിൽ എന്താണ് കൊടുക്കുന്നത് അതിനെ ഞാൻ ഈ ഹോൾ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആൻഡ് ഇതിൽ നിന്ന് എസ്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എന്താണോ എസ്സിൻ്റെ വാല്യൂ ഡിനോമിനേറ്റർ കിടക്കുന്ന വാല്യൂ ഞാൻ ഈക്വൽ ടു 0 ഇട്ടിട്ടാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ S ഈക്വൽ ടു 0 ആണ് ചെയ്യാൻ പോകുന്നത്. സോ A കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിലെ വാല്യൂ ഞാൻ ഈ ഹോൾ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആൻഡ് എന്നിട്ട് ആ ഡിനോമിനേറ്റർ വാല്യൂ ഈക്വൽ ടു 0 ഇട്ടിട്ടുള്ള വാല്യൂ എസ്സിൻ്റെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇവിടെ S ഈക്വൽ ടു 0 ആണ്. സോ അങ്ങനെയാണ് A കണ്ടുപിടിക്കുക. സിമിലർലി B കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യും? B കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഇതും ഇല്ല എന്ന് അസ്യൂം ചെയ്യും. സോ B കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഈ ഹോൾ ടേമിന് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. സോ ദിസ് വിൽ ബി ഈ Z of S, അതായത് ഇത് ഇൻറ്റു S square plus 2 ഡിവൈഡഡ് ബൈ S. അതാണ് B എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് S square plus 2 by S ഇൻറ്റു ഈ ടേം അറ്റ് എന്ത് S square ഈക്വൽ ടു -2 എന്നുള്ള വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അറ്റ് S ഡിനോമിനേറ്ററിലെ വാല്യൂ ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുന്ന വാല്യൂ ആണ്. സോ S square ഈക്വൽ ടു 2
എസ് സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 0 ഓർ എസ് സ്ക്വയർ ഈക്വൽ ടു -2 എന്നുള്ള വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സിമിലർലി സി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എസ് സ്ക്വയർ പ്ലസ് 4 ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡഡ് ബൈ ഈ എസ് ചെയ്യും. ആൻഡ് എസിന് വാല്യൂ എന്തെടുക്കുന്നത് എസ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 ഞാൻ ഇക്വേറ്റ് ചെയ്യും, എസ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യും, ഓർ എസ് സ്ക്വയർ ഈക്വൽ ടു -4 കൊടുക്കും. ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 0 ഞാൻ ഇട്ട് കൊടുക്കും, ആൻഡ് എസ് സ്ക്വയർ ഈക്വൽ ടു -2 കൊടുക്കും. ഇവിടെ എസ് എസ് ഈക്വൽ ടു 0. ഈ വാല്യൂസാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് എയും ബിയും സിയും കണ്ടുപിടിക്കുക. സോ അങ്ങനെ നോക്കുമ്പോൾ എ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് സെഡ് ഓഫ് എസ് ആണ്, ഈ ഹോൾ സാധനമാണ്, ഇതാണ് സെഡ് ഓഫ് എസ് എന്ന് പറയുന്നത്. അതിനെ ഞാൻ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ എസും എസും ക്യാൻസൽ ചെയ്ത് പോയി, ആൻഡ് എസ്സിൽ 0 ഇട്ട് കൊടുത്തു. സോ ഇത് 0ഉം ഇത് 0ഉം ഇത് 0ഉം ഇത് 0ഉം ദാറ്റ് വിൽ ബി 1 into 3 ഡിവൈഡഡ് ബൈ 2 into 4 ദാറ്റ് വിൽ ബി 3/8. എയുടെ വാല്യൂ 3/8 എന്ന് കിട്ടി. സിമിലർലി ബിൻ്റെ വാല്യൂ കാണാനായിട്ട് എന്താണ് ചെയ്തത്, എസ് സ്ക്വയർ പ്ലസ് 2 താഴെ ആ ഡിനോമിനേറ്റർ ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ സെഡ് എന്ന് പറയുന്നത്, ഇതാണ് സെഡ് ഓഫ് എസ് എന്ന് പറയുന്നത്. അതിനെ എസ് സ്ക്വയർ പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആൻഡ് എസ് താഴേക്ക് കൊണ്ടുവന്നു. ആൻഡ് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എസ് സ്ക്വയർ ഈക്വൽ ടു -2 എന്നുള്ള വാല്യൂ ആണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇതും ക്യാൻസൽ ചെയ്ത് പോയി, ആൻഡ് ഇവിടെ എസ് സ്ക്വയർ വന്നു. സോ റിമൈനിങ് എന്തൊട്ട് എസ് സ്ക്വയറിന് ഞാൻ -2 എന്ന് കിട്ടണം. സോ -2 + 1 -2 + 3 ഇത് -2 ആൻഡ് ദിസ് വിൽ ബി -2 + 4. അതാണ് സംഭവിച്ചത്. സോ ദിസ് വിൽ ബി -1 into 1, നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 1/4 എന്ന് കിട്ടും. സിമിലർലി സി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, അഗെയിൻ സെഡ് ഓഫ് എസ് എന്ന് പറയുന്നത് ഇതാണ് സെഡ് ഓഫ് എസ് വരുന്നത്. അതിനെ ഞാൻ എസ് സ്ക്വയർ പ്ലസ് 4/s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആൻഡ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എസ് സ്ക്വയർ ഈക്വൽ ടു -4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ഇതും ക്യാൻസൽ ചെയ്ത് പോയി. റിമൈനിങ്ങിൽ -4 ഇവിടെ -4 + 1 -4 + 3 -4 + 2 എന്നുള്ള സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുമ്പോൾ എനിക്ക് സിൻ്റെ വാല്യൂ 3/8 എന്ന് കിട്ടി. അപ്പോൾ എയുടെ വാല്യൂം 3/8, സിൻ്റെ വാല്യൂം 3/8, ബിൻ്റെ വാല്യൂ 1/4 എന്ന് കിട്ടി. ഇനി അൾട്ടിമേറ്റ്ലി ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സെഡ് ഓഫ് എസ് കിട്ടും. സോ അതിനായിട്ട് അതൊന്നുകൂടി എഴുതി. സോ സ്റ്റെപ്പ് 4 അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് സെഡ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഞാൻ എഴുതി, ആൻഡ് ഇവിടെ ഫയലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ എന്ന് പറയുന്നത് എന്തായിരുന്നു, സോ ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് 3/8 ആണ്. എ എന്ന് പറഞ്ഞാൽ 3/8 ആണ്. സോ ഇവിടെ 1/a ആണ് വരേണ്ടത്. സോ ദിസ് വിൽ ബി 8/3 എന്നുള്ള വാല്യൂ വന്നു. സിമിലർലി ബി ഇവിടെ 1/b ആണ് വരുന്നത്, പക്ഷേ ബി എത്രയായിരുന്നു, ബി വാസ് 1/4 ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ബിന് 1/4, സോ ദിസ് വിൽ ബിക്കം 4 ഫാരഡ്. ആൻഡ് ഇവിടെ b/2 ആണ്, ടേം b/2 ആണ്, ആൻഡ് ബി വാസ് 1/4, സോ ദിസ് വിൽ ബിക്കം 1/8 ഹെൻറി. ഇവിടെ അഗെയിൻ 1/c ആണ്, c വാസ് 3/8, സോ ദിസ് വിൽ ബിക്കം 8/3 ഫാരഡ്. ആൻഡ് ഇവിടെ ദിസ് വാസ് c/4 എന്നുള്ള വാല്യൂ ആണ്, ആൻഡ് c വാസ് 3/8, സോ 3/8 into 4 or 3/32 ഹെൻറി. ഇങ്ങനെയാണ് ഫോസ്റ്റർ ഫോം 1 ഓഫ് LC ഇംപിഡൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.